കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, തോബിയത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന 12ാമത്തെ കൽപ്പന നിർദ്ദേശം. തോബിയത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. 3 കാര്യങ്ങളാണ് തോബിയത്ത് തൻ്റെ മകൻ തോബിയാസിന് പറയുന്നത്. 3 കാര്യങ്ങളാണ്. അതുവഴി നിനക്ക് വലിയ സമ്പത്ത്, ഭൗതികമായ സമ്പത്ത് മാത്രമല്ല പ്രിയം നിറഞ്ഞവരെ, ആത്മീയമായ സമ്പത്തുള്ളവരായി മാറുവാനായിട്ട് ഈ 12ാമത്തെ നിർദ്ദേശം, കൽപ്പന ഇതാ മകൻ തോബിയാസിനോട് തോബിയത്ത് പറയുകയാണ്. 3 കാര്യങ്ങൾ. 1, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക. ദൈവഭക്തിയിൽ വളരുന്ന മക്കളായി മാറുക. നമ്മുടെ കുടുംബം അനുഗ്രഹമാകുവാനായിട്ട്, ആത്മീയവും ഭൗതികവുമായ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ദൈവഭക്തി അനിവാര്യമാണ് എന്ന് വളരെ വ്യക്തമായി തോബിയത്ത് തൻ്റെ മകൻ തോബിയാസിന് നിർദ്ദേശം കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നതിൻ്റെ പിറകിൽ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു പുരോഗതി, ഒരു നന്മ ഉണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുന്നതിൽ നമ്മുടെ ദൈവിക ഭക്തിയുടെ കുറവില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. ദൈവിക ചൈതന്യത്തിൻ്റെ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ദൈവഭക്തി ഉണ്ടായിരിക്കുക. 2ാമത്, നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, കുടുംബം അനുഗ്രഹമാകണമെങ്കിൽ, ഭൗതികവും ആത്മീയമായ സമ്പത്തിൽ നിന്റെ ജീവിതം, കുടുംബം അനുഗ്രഹമാകണമെങ്കിൽ നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. 3ാമത്, അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുക. കർത്താവിന് പ്രീതികരമായത് അനുഷ്ഠിക്കുക. കർത്താവിന് പ്രീതികരമായത് അനുഷ്ഠിച്ചാൽ മാത്രമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവകൃപ സ്വന്തമാക്കുന്നവരായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. പ്രിയ നിറഞ്ഞവരെ, തോബിയത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന ഈ 12 നിർദ്ദേശങ്ങളെ, കൽപ്പനകളെ നമുക്ക് ധ്യാനിക്കാം. തൻ്റെ മകന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മകന് മാത്രമായിട്ടുള്ള, ഏതൊരു ഈശോയിൽ വിശ്വസിക്കുന്ന, ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും വിശ്വാസിക്കും ഈ 12 കൽപ്പനകൾ സ്വീകാര്യമാണ്. അവയെ സ്വീകരിച്ചുകൊണ്ട് അവയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ നമ്മൾ വഴി നടത്തുമ്പോൾ നമ്മുടെ ജീവിതവും കുടുംബങ്ങളും ഒരു അനുഗ്രഹമായി മാറും. നമുക്ക് ദിവ്യാനീശ്വരന് മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ ഈ 12 കൽപ്പനകളിലൂടെ, തോബിയത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന 12 കൽപ്പനകളുടെ നിർദ്ദേശങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ഇതാ ധ്യാനിച്ചുകൊണ്ട് അവയെ സാധിക്കുന്ന രീതിയിൽ പ്രാവർത്തികമാക്കി ഞങ്ങളുടെ ജീവിതവും കുടുംബങ്ങളും അനുഗ്രഹമാകുവാനായിട്ട് നീ കൃപ ചെയ്യണമേ. അങ്ങയുടെ സാന്നിധ്യവും നന്മയും അങ്ങയുടെ കൃപകളും നിരന്തരം സ്വന്തമാക്കുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹനാഥനായ തമ്പുരാനി, തോബിയത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന കൽപ്പനകളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തന്നെ അനുഗ്രഹമായി തീരുവാൻ, കർത്താവിന്റെ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും അങ്ങ് നൽകിയാൽ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.